പ്രസവിച്ചതറിഞ്ഞ് ബിബിന്റെ കൂട്ടുകാരനും ഭാര്യയും വന്നിരുന്നു. അവര് കൊണ്ടുവന്നതാ ഇത്. നിന്നെയും കുഞ്ഞിനെയും കാണാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോ ബിബിനെ ഏൽപ്പിച്ചിട്ട് പോയി. അവനാ ഇതെന്റെ കയ്യിൽ തന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് പോന്ന നേരം ഞാൻ ഇതിങ്ങ് കൊണ്ടുവന്നു. ഇതാ മോളെ. ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ, ആരും വന്നതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ലക്ഷ്മി സദാ നേരവും ലേബർ റൂമിന്റെ മുന്നിൽ തന്നെ ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആരെയെ കാണാൻ പോകുന്നത് ഞാനും കാണുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ എന്റെ ആരും കിടപ്പൊന്നുമില്ല, കിടന്നോടാൻ വേണ്ടി. കിടപ്പ് രോഗി എന്തിനാ? പരിചയക്കാരുണ്ടായിരുന്നാ പോരെ? ലക്ഷ്മിക്കും ഉണ്ടല്ലോ പരിചയക്കാര്. വീട്ടില് വന്ന് പുറത്തവിടെ. അവളും ഡോക്ടറായിട്ട് അവിടെ ഇല്ലേ? അതെന്റെ കാര്യം. ഞാൻ എന്തായാലും ഒരു പെൺകൊച്ചിനെ കൊണ്ട് കിടത്തിയിട്ടേ വീട്ടിലേക്കൊന്നും ഓടിയിട്ടില്ല. പ്രസവം കഴിഞ്ഞ് ഞാൻ അവളെയും കുഞ്ഞിനെയും കൊണ്ടേ പോന്നിട്ടുള്ളൂ. ഇനി അതിനെപ്പറ്റി ഒരു വഴക്കൊന്നും വേണ്ട. ബിബിൻ ചേട്ടന്റെ ഫ്രണ്ട് കൊണ്ടുവന്നല്ലേ, അമ്മ അതങ്ങ് വാങ്ങിച്ചു വെച്ചേക്ക്. ഓ, വൈഫ് ഡെലിവറി കഴിഞ്ഞ് കിടക്കയല്ലേ? ഞാനത് മറന്നു. വൈഫിനും കുഞ്ഞിനും സുഖമല്ലേ? ഞാനൊരു സത്യം പറഞ്ഞ ഡോക്ടർക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. ഹാ, വൈഫിന്റെ ഡെലിവറിക്ക് മുന്നേ ഉണ്ടായിരുന്ന ആളെ അല്ല ഇപ്പൊ ഡോക്ടർ വിപിൻ. കുഞ്ഞു മരിച്ചതുകൊണ്ടാണോ? കുഞ്ഞു മരിച്ചുപോയെന്നോ? എന്താ അസംബന്ധോ താനീ പറയുന്നത്? ഒരു ഡോക്ടറാണെന്നുള്ള നില പോലെ നീലിമ മറന്നുപോയി. അപ്പോ കുഞ്ഞു മരിച്ചെന്ന് കേട്ടതോ? നിങ്ങൾ എന്താ വിചാരിച്ചത്? ഞാനൊരു മണ്ടിയാണെന്നോ? ഇതൊക്കെ കവറിൽ വെച്ച് പൊതിഞ്ഞേട്ടി തന്നാ ഞാനങ്ങ് വിശ്വസിച്ചു പോകുന്നോ? നിങ്ങളോട് ഞാൻ എത്ര വട്ടം പറഞ്ഞതാ എന്റെ കുഞ്ഞിന്റെ പിന്നാലെ നടക്കരുതെന്ന്? നിങ്ങൾക്ക് ഇതൊക്കെ ഇട്ട് അണിയിച്ചൊരുക്കാൻ കുഞ്ഞില്ലെങ്കിലേ കത്തിച്ചു കളഞ്ഞേക്കണം. ഇതെല്ലാം മരിച്ചുപോയ കുഞ്ഞിന്റെ കൂടെ പോവേണ്ടതാ. അതെല്ലാം എടുത്ത് ജീവിച്ചിരിക്കുന്ന എന്റെ കുഞ്ഞിന് കൊടുക്കാൻ നിങ്ങൾ വ്യഗ്രതപ്പെടുന്ന എന്തിനാന്നേ എനിക്കറിയാം. എന്റെ കുഞ്ഞും കൂടി അങ്ങ് മരിച്ചു കാണാൻ അത് കണ്ട് നിങ്ങൾക്ക് അങ്ങ് ആഹ്ലാദിക്കണം. ആരുടെ അനു? നിങ്ങളങ്ങനെ വിളിക്കുന്നത് എനിക്ക് പേടിയാ. നീ കാണിക്കുന്നത് എന്താണെന്ന് നിനക്കറിയില്ല. ഞാൻ എന്ത് ദ്രോഹം നിന്നോട് ചെയ്തത്? അപ്പൊ നിങ്ങൾക്ക് നാവുണ്ടല്ലേ? അതൊന്ന് പുറത്തെടുക്കാനാ ഞാനും കാത്തു നിന്നത്. നിങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ. ഈ കിടക്കുന്നൊക്കെ നിങ്ങളല്ലേ മുത്തശ്ശിയുടെ കയ്യിൽ കൊടുത്തുവിട്ടത്? ബിബിൻ ചേട്ടന്റെ ആരോ ഗിഫ്റ്റ് കൊടുത്താന്ന് പറഞ്ഞ? എനിക്കറിയില്ല. നീ മുത്തശ്ശിയോട് ചോദിക്ക്. പച്ച കള്ളം പറയുന്ന പെരും കള്ളിയാ നിങ്ങള്. നിങ്ങൾ തന്നെ ഇത് കൊടുത്തുവിട്ടത്. അല്ലാന്ന് പറഞ്ഞില്ലേ നിന്നോട്? നിന്റെ കുഞ്ഞിന് ഞാൻ എന്തിനിതൊക്കെ കൊടുത്തുവിടണം? നിങ്ങൾ സമ്മതിക്കില്ല അല്ലേ? നിങ്ങളാ ഇത് കൊടുത്തുവിട്ടേ നിങ്ങൾ സമ്മതിക്കില്ല അല്ലേ? ഇല്ല. ഞാൻ തെളിയിച്ചാലോ? ഇത് നിങ്ങളുടെ കമ്മലല്ലേ? അല്ലേന്ന്. മുത്തശ്ശി തന്ന പാക്കറ്റിനുള്ളിൽ ഇരുന്നതാ ഇത്. ആ ഗിഫ്റ്റിനുള്ളിൽ ഇതെങ്ങനെ വന്നു? പറയാൻ. ദൈവം എന്റെ കൂടെയാ, അല്ലാതെ ശാപം കിട്ടിയ നിങ്ങളുടെ കൂടെയല്ല. ദൈവത്തിന് പോലും വെറുപ്പാ നിങ്ങളോട്. ഞാനിതൊക്കെ കാണാതെ പോയെങ്കിലേ മരിച്ച് മണ്ണടിഞ്ഞു പോയ കുഞ്ഞിന് വേണ്ടി കരുതി വെച്ചതൊക്കെ ഞാൻ എന്റെ കുഞ്ഞിനെ അണിയിച്ചേനെ. അവരുടെ ഒരു കമ്മലും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആ സ്ത്രീക്ക് വേണ്ടി ആരെങ്കിലും എന്നെ കബളിപ്പിക്കാൻ നോക്കിയാ പിന്നെ ഈ വീട്ടിനകത്ത് ഞാൻ നിൽക്കില്ല. ആ സ്ത്രീയുടെ ദൃഷ്ടിദോഷം തട്ടാതിരിക്കാൻ ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ടങ്ങ് പോവും.
ഇവരെന്തിനാ ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്ത. സംഗീത കുറച്ചു ദിവസം പുറത്തിറക്കരുതെന്ന് അറിയാഞ്ഞിട്ടാണോ? ഒന്നുമില്ലെങ്കിലും കുഞ്ഞു മരിച്ച അമ്മയല്ലേ അവള്? ലക്ഷ്മിയമ്മ എന്റെ കാര്യങ്ങൾ നോക്കാൻ നിൽക്കുന്നതാ ഇവിടെയുള്ള എല്ലാവരെയും ചൊടിപ്പിക്കുന്നത്. ഞാനിവിടെ ഇല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. സാവിത്രി, നിന്റെ കുഞ്ഞിനെ എടുത്ത് സംഗീതയുടെ കൈ കൊടുത്തേനെ. അവരെന്ത് ചെയ്താലും നിന്റെ ഭർത്താവിന് അതാ ന്യായം. ഉള്ളി ചെന്നിരിക്കുന്നതേ സംഗീത കൊടുത്ത കൈവശമാ. കുഞ്ഞിന്റെ നൂല് കിട്ടുന്ന കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. ഞാൻ ലേബർ റൂമിലായിരുന്നപ്പോ വിപിൻ ചേട്ടന്റെ ഒരു ഫ്രണ്ട് കുഞ്ഞിന് വേണ്ടിയുള്ള ഗിഫ്റ്റുമായിട്ട് വന്നിരുന്നു. എനിക്കറിയില്ല. എന്നിട്ടാ ഒരു കള്ളത്തരം കൊണ്ട് അവർ എന്റെ അടുത്ത് വന്നത്. നിർത്തടി. നീ കാണിച്ച പെർഫോമൻസ് ഒക്കെ ഞാൻ പുറത്തുനിന്ന് കേട്ടിട്ടാ വരുന്നത്. സംഗീതാമ്മ ഒരു കുഞ്ഞൊടുപ്പ് തന്നിട്ടല്ലേ നീ പറയാൻ പാടില്ലാത്തൊക്കെ വിളിച്ചു കൂവിയത്. ഓഹോ, അപ്പൊ കേട്ടായിരുന്നോ? നന്നായി പോയി. ഇത് രണ്ടാം തവണയാ അവർ ഈ ചീപ്പ് പരിപാടിയായിട്ട് വരുന്നത്. എന്റെ കുഞ്ഞിന് അവരുടെ ഒന്നും വേണ്ട. അതറിഞ്ഞിട്ടും എന്റെ കുഞ്ഞിനെ അവരെന്തിനെ വിടാതെ പിന്തുടരുന്നേ? നിന്റെ കുഞ്ഞു പോലും. നിനക്ക് എവിടെയാണ് കുഞ്ഞ്? നിനക്കൊരു കുഞ്ഞുമില്ല. അച്ഛനെ വിളിച്ചു പറഞ്ഞിട്ടേ അച്ഛനൊരു താല്പര്യം കാണിച്ചില്ല എന്ന് പ്രതാപേട്ടന്റെ അമ്മ പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാ ഒരു വിവാഹ ബ്രോക്കർ ആലോചനയായിട്ട് വരുന്നത്. കേൾക്കട്ടെ കേൾക്കട്ടെ. ഒരു കാനഡക്കാരന്റെ ഒറ്റ മോളാ. കോടീശ്വരനാണത്രേ. പ്രവീണേട്ടൻ നിലത്തൊന്നുമല്ല ഇപ്പൊ. അതേടി മോളെ, ഇനി അവന് ഏറെല്ല നിൽക്കാൻ പോകുന്നത് അല്ലടി. അച്ഛാ, ഞാൻ തമാശ പറഞ്ഞതല്ല. പ്രവീണേട്ടന്റെ ജാതകം തന്നെ മാറാൻ പോവാ. കല്യാണം കഴിഞ്ഞ് പ്രവീണേട്ടനെ കാനഡയിലേക്ക് കൊണ്ടുപോകുന്നു. ആണോ? അല്ല, നിന്നെക്കാൾ വലിയ കാശുകാരി മരുമോള് കൈലാസത്തിൽ വരുമ്പോ നോക്ക് അസൂയ തോന്നുന്നുണ്ടോ? ഞാൻ എന്തിനാ അച്ഛാ അസൂയപ്പെടുന്നേ? പിന്നെ നമ്മളെ താഴ്ത്തി കിട്ടുന്നുള്ള സൂചനയൊക്കെ ചിലരുടെ സംസാരത്തിലുണ്ട്. സത്യത്തിൽ എനിക്ക് ആശ്വാസാ തോന്നുന്നേ. അവിടുത്തെ തമ്മിലടി അങ്ങ് തീർന്നു കിട്ടുമല്ലോ. നമ്മുടെ മോള് ചിന്തിക്കുന്നത് കണ്ടോ? അവൾക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാ മതിയെന്ന്. എന്തിനാ അവളെ മറിക്കുന്നേ? അവളോടങ്ങ് പറഞ്ഞൂടെ? എന്താ അമ്മേ? മോളെ, ആ കല്യാണത്തിന് പിന്നില് കളിക്കുന്നത് നിന്റെ അച്ഛനാ. ആ അച്ഛനും മോളും ആരാന്നറിയാമോ? റാന്നിയിലെ നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന പീതാംബരനും അയാളുടെ മകളും അശ്വതിയാ. ആര്? ആ കരാട്ടക്കാരി അച്ചു? അത് തന്നെ പെണ്ണ്. എന്തിനാ അമ്മ ഇങ്ങനെ അസൂയപ്പെടുന്നേ? പ്രവീണേട്ടൻ കെട്ടുന്നത് നല്ല റിച്ച് ഫാമിലിന്നാ. പെണ്ണിന്റെ അച്ഛന്റെ പേരെന്താന്നറിയോ? പി മേനോൻ. പെണ്ണിന്റെ പേരെന്താന്ന് നീ അറിഞ്ഞില്ലേ? അത് അശ്വതി അച്ചു. ഈ പി എന്നാൽ പീതാംബരൻ. എടി, അയാളുടെ മോള് അശ്വതി അച്ചു, കരാട്ടക്കാരി, ബ്ലാക്ക് ബെൽറ്റ്. എനിക്കൊന്നും മനസ്സിലാവണില്ല. പറഞ്ഞു മോളെ, എല്ലാം വിശദമായിട്ട് അമ്മ പറഞ്ഞുതരാം. പറയുന്നത് കേൾക്കുന്നൊക്കെ കൊള്ളാം. പക്ഷെ നിന്റെ മനസ്സിൽ രഹസ്യം ഇരിക്കാതെ പോയാലേ പിന്നെ ആ വീട്ടിൽ നിനക്ക് മര്യാദയ്ക്ക് കഴിയാമെന്ന് വിചാരിക്കണം. ജലിജെ, എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. കല്യാണം കഴിയുന്നതിന് മുമ്പേ നിന്നോടൊന്നും പറയണ്ടെന്നാ ഞാൻ അങ്കിളിനോട് പറഞ്ഞിരുന്നേ. സത്യത്തില് നീയാ വരുന്നതെന്ന് അറിഞ്ഞപ്പോ തൊട്ട് എന്റെ ഉള്ളിലൊരു പെടച്ചില. നീ ഇത് പുറത്ത് വിടാതിരുന്നാ മതി. അതിരിക്കട്ടെ, ഈ പ്രവീൺ ആളെങ്ങനെയാ? അവിടെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി വെക്കുന്നത് പ്രവീണേട്ടന്.
മിക്ക ദിവസങ്ങളും തമ്മിത്തല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് തല വരെ പൊട്ടിച്ചിട്ടുണ്ട്. അച്ഛനെയും പേടിയില്ലേ? അവർക്ക് ആരെയും പേടിയില്ല. അച്ഛൻ താടിക്ക് കൈ കൊടുത്തിരിക്കും, അമ്മ കരയും. രണ്ടിലൊരാള് ചാവുന്നാവുമ്പോ അച്ഛൻ എണീറ്റ് വരും. ഒരുമയുള്ള സഹോദരങ്ങൾ തന്നെയാ. നീ വിചാരിച്ച പോലൊന്നും അവര് നന്നാവില്ല. നിന്റെ ജീവിതം കൂടെ പാഴായി പോകുന്നു മാത്രം. അങ്കിളിന് വാക്കുകൊടുത്ത സ്ഥിതിക്ക് ഞാൻ ഇനി എന്തായാലും പിന്നോട്ടില്ല. അവിടെ കേറിപ്പറ്റാൻ തന്നെയാ എന്റെ തീരുമാനം. ഈ പ്രവീണേട്ടൻ അടങ്ങിയിരുന്നെങ്കിൽ പ്രതാപേട്ടൻ ഈ വഴക്കിനൊന്നും പോവില്ലായിരുന്നു. എന്തേലും ഒരു കാര്യം ഉണ്ടാക്കി പ്രവീണേട്ടൻ വരും. എന്നെയാ അതിനിരയാക്കുന്നത്. ഞാനും പ്രവീണേട്ടനും തമ്മിൽ ബന്ധമുണ്ടെന്ന് വരെ വരുത്തി തീർക്കും. പ്രതാപേട്ടൻ അതറിഞ്ഞു വന്നു എന്നെ എടുത്തിട്ട് തല്ലും. അത് ഞാൻ നിർത്തിത്തരാം. പ്രവീൺ ചേർന്ന് കൊണ്ട് നിന്നോട് ഞാൻ മാപ്പ് പറയിപ്പിക്കും. അത് നടന്നു തന്നെ. നീ കണ്ടോ? അല്ല, ഈ പ്രതാപേട്ടൻ ആളെങ്ങനെയാ? വേറെ സ്ത്രീകളുമായിട്ട് കണക്ഷൻ ഉണ്ടോ? അയ്യോ, അതിലൊക്കെ നീറ്റാ പ്രതാപേട്ടൻ. മറ്റു സ്ത്രീകളുമായിട്ട് ഒരു ബന്ധു പ്രതാപേട്ടനില്ല. ഉണ്ടെന്ന് ഞാൻ തെളിയിച്ചു തന്നാലോ? ദേ അച്ചു, ഇങ്ങനെയൊന്നും പറയരുത്. പ്രതാപേട്ടൻ എനിക്ക് നല്ല വിശ്വാസമാണ്. കുറച്ച് ദേഷ്യക്കാരനാണെന്നേ ഉള്ളൂ. ശരി, ഞാൻ തർക്കിക്കുന്നില്ല. നിന്റെ പ്രതാപേട്ടൻ നല്ലവൻ തന്നെയാ. പിന്നെ ഈ വഴി പ്രവീണേട്ടൻ എപ്പോഴും പോവാറില്ലല്ലോ. നമ്മളിങ്ങനെ കണ്ട പ്രശ്നമാണ്. എന്തേലും പറയാനുണ്ടെങ്കിൽ അച്ചു ഫോണിൽ വിളിച്ചാൽ മതി. നമ്മളിങ്ങനെ നേരിട്ട് കാണുന്നത് ആപത്താണ്. പിന്നെ ഒന്നുകൂടെ നന്നായി ആലോചിച്ചിട്ട് മതി കേട്ടോ. പ്രവീണേട്ടന്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നോണ്ടാ പറയുന്നേ. ഈ ആലോചന വന്നതിന് ശേഷം ആള് നിലത്തൊന്നുമല്ല. എന്റെ സ്വഭാവത്തിന് പറ്റിയത് പ്രവീണേട്ടൻ തന്നെയാ. പിന്നെ ഞാനെന്തിനു വേണ്ടെന്ന് വെക്കണം? നൂലുകെട്ടും ചോറൂണും മാത്രമല്ല, അവളൊരു പെണ്ണാവുന്നത് കല്യാണം, പ്രസവം, അങ്ങനെയല്ല. അതിലൊന്നും പെറ്റമ്മ എന്ന നിലയിൽ സംഗീതമ്മയ്ക്ക് ഒരു റോളും ഉണ്ടാവില്ല. പക്ഷെ ഓരോ ഘട്ടത്തിലും അവളെ പേരെടുത്ത് വിളിക്കുന്നത് സംഗീതാമ്മ നൽകിയ പേരിലായിരിക്കണം. സംഗീതാമ്മ സ്വന്തം മോൾക്കിടാൻ ഒരു പേര് കണ്ടെത്തി തരണം. അതായിരിക്കും അവളുടെ എക്കാലത്തെയും പേര്. ആ പേരിലാവണം ഏത് നിലയിൽ ചെന്നെത്തിയാലും അവൾ അറിയപ്പെടാൻ. അവിടെ അവളും മറ്റുള്ളവരും പറഞ്ഞ പേരുകളൊന്നും മോന് ഇഷ്ടപ്പെടാതെ വന്നപ്പോ ഞാൻ കുറെ പേരുകള് വെറുതെ എഴുതി വെച്ചു. അനു അറിഞ്ഞ പ്രശ്നമാവുമെന്ന് അറിയാതെയല്ല. ദിവൻ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹം ഓർത്ത് ചെയ്തു പോയതാ. അത് പറയാൻ സംഗീതാമ്മ എന്തിനു മടിക്കണം? പറഞ്ഞോളൂ. കുറെ പേരുകൾ എഴുതിയതാ. അതിൽ നിന്ന് ഒരെണ്ണം നല്ലതെന്ന് തോന്നിയത് ഇതാ. ദിവന് സന്തോഷമാണെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി. എനിക്ക് ഒരു വിഷമവും ഇല്ല. സംഗീതാമ്മ ഏത് പേര് പറഞ്ഞാലും അത് തന്നെ അവളുടെ പേര്. എപ്പോഴാണ് ഞാൻ നിന്റെ പെങ്ങളായത്? കുറച്ചു മുമ്പേ അങ്ങനെ അല്ലല്ലോ വിളിച്ചത്. നിനക്കുള്ള ഡോസ് തീർന്നിട്ടില്ലടാ. മിണ്ടാതെ അടങ്ങി നിൽക്ക്. ഹലോ പ്രവീണേട്ടാ. അച്ചുമ്മ എവിടെയാ? വീട്ടിലാ? ഞാൻ ഡാൻസ് ക്ലാസ്സിലാ പ്രവീണേട്ടാ. ആഹാ, ഡാൻസ് പഠിപ്പിക്കുവോ? അതെന്നാ ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ടല്ലോ അവിടെ.
അതെ, അതൊരു കുട്ടി സ്റ്റെപ്പ് തെറ്റിച്ചതാ പ്രവീണേട്ടാ. എത്ര പറഞ്ഞാലും അനുസരിക്കില്ല. തെറ്റിയ തിരുത്തണ്ട പ്രവീണേട്ടാ. പിന്നെ വേണം വേണം. ഇനി ആ കുട്ടി ഒരിക്കലും സ്റ്റെപ്പ് തെറ്റിക്കില്ല. അതെനിക്ക് ഉറപ്പല്ലേ. ആ പിന്നെ അങ്കിള് കൊടുത്തയച്ച സൺഗ്ലാസ് കിട്ടി. ആ വില അറിഞ്ഞപ്പോ ഇവിടെയുള്ളവർ ശരിക്കും ഞെട്ടി. പ്രത്യേകിച്ച് ആ പാരപ്രതാപൻ, അവനെ കണ്ണു തള്ളിയിരിക്കുവാ. അച്ഛൻ എന്നോടൊന്നും പറഞ്ഞില്ല. ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അച്ഛൻ എന്നോട് പറയാറേ ഇല്ല. ഞാൻ കരുതി അച്ഛൻ പറഞ്ഞു കാണുമെന്ന്. ഓ കൊള്ളാം. ചേട്ടനും അനിയനും ഒന്നിച്ച് വിളിച്ച ഞാനെന്ത് ചെയ്യും? നീ ഒന്ന് വെയിറ്റ് ചെയ്യടാ പ്രതാപ. ഹലോ 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 ഹലോ. ആ പ്രവീണേട്ടൻ പറ. കുറച്ച് തിരക്കുണ്ടേ. കുട്ടികളൊക്കെ നോക്കി നിക്കുവാ. എനിക്കാണെങ്കി നാണോ വരുന്നുണ്ട്. എനിക്കും. പ്രവീണേട്ടനെ സംസാരിക്കുന്നതൊക്കെ ഇവർക്ക് അറിയാം. എനിക്ക് അച്ഛമ്മേനെ കാണണം തോന്നുവാ. അതിപ്പോ തന്നെ വേണോ പ്രവീണേട്ടാ? തനിച്ച് പുറത്തു പോയിട്ട് എനിക്ക് ശീലമില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. വിവാഹം ഉറപ്പിച്ച നിലക്ക് നമുക്കാരെ പേടിക്കണ്ടല്ലോ. ആ പിന്നെ കാനഡയിലൊക്കെ ജീവിച്ച അങ്കിളിന് നമ്മൾ തമ്മിൽ നേരിൽ കാണുന്നതിനൊന്നും ഒന്നും തോന്നില്ല. എന്റെ ഭാഗ്യമാണ് ഇങ്ങനെ ഒരു അങ്കിളിനെ കിട്ടിയത്. എന്റെ മുത്താണ് അങ്കിൾ. അച്ഛമ്മ എന്താന്നും മിണ്ടാത്തത്? ഞാനേ വൈകിട്ട് വരാമേ പ്രവീണേട്ടാ. ഇപ്പൊ ക്ലാസ് എടുക്കട്ടെ. ഓ ദൈവം, എന്തൊരു കൊടി അപരാധം നന്ദേണ്ണി ചെയ്യാൻ പോകുന്നത്. ജീവിച്ചിരിക്കുന്ന കുഞ്ഞിന്റെ ആത്മശാന്തിക്ക് വേണ്ടി ബലികർമ്മം ചെയ്യാനോ? എന്റെ പൊന്നുമോള, ഒരമ്മ എന്ന നിലയിൽ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ 2 മക്കളും ജീവിച്ചിരിപ്പില്ലേ. പക്ഷെ നന്ദേട്ടനോട് ഞാനത് പറയേണ്ടതായിരുന്നു. അത് ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. പറഞ്ഞിരുന്നെങ്കിൽ നന്ദേട്ടൻ ഒരിക്കലും അതിന് സമ്മതിക്കില്ല. ഞാൻ എന്ത് ചെയ്യാനാ? എന്നിട്ടാണോ പ്രതാപേട്ടന്റെ ഭാര്യ ദിവ്യപ്രഭയെ പ്രവീണേട്ടൻ വേദനിപ്പിക്കുന്നത്? ഞാൻ ചേട്ടത്തിയമ്മയെ വേദനിപ്പിച്ചതോ? അച്ഛനോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? അച്ഛന്റെ ഫോണിൽ വിളിച്ച് പേര് പറയാത്ത ഒരാളാ ഇതൊക്കെ പറഞ്ഞത്. ആ വീട്ടിലെ മരുമകൾ പെങ്കൊച്ചിന് എന്തെങ്കിലും കാരണങ്ങളുണ്ടാക്കി പ്രവീണേട്ടൻ കരയിപ്പിക്കൂന്ന്. ഭർത്താവിനെ കൊണ്ട് തല്ലി മേടിപ്പിച്ചു കൊടുക്കൂന്ന്. അച്ചു ഇതൊക്കെ ആരോ അപവാദം പറഞ്ഞുണ്ടാക്കുന്നതാ. എന്റെ പൊന്നച്ചു, നീ ഇതൊന്നും വിശ്വസിക്കല്ലേ. പ്രതാപൻ ചേട്ടന്റെ ഭാര്യയെ ചേട്ടമ്മയായിട്ടല്ല അമ്മയായിട്ടാ ഞാൻ കാണുന്നത്, അറിയോ? അച്ഛൻ പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി പ്രവീണേട്ടൻ അങ്ങനെ ഒരാളല്ലെന്ന്. അതാണ് അതാണ്. ഇനി വല്ല കുസൃതിക്കും ചെയ്തതാണെങ്കിൽ അതൊന്നും വേണ്ട പ്രവീണേട്ടാ. നിരപരാധികളായ സ്ത്രീകളെ കരയിപ്പിച്ചാലേ അവര് ശപിക്കും. എന്തിനാ വെറുതെ ഇങ്ങനെ അവരുടെ ശാപം ഏറ്റുവാങ്ങിക്കുന്നേ? ശരിയാണല്ലോ. വീട്ടിൽ ചെന്നിട്ട് ഇനി ദിവ്യപ്രഭയുടെ കാല് പിടിക്കേണ്ടി വരുമല്ലോ. നിങ്ങൾ ചേട്ടനും അനിയനും തമ്മിൽ എന്ന് വഴക്കാണോ? എന്നൊന്നും ഉണ്ടാവാറില്ല, 1-2 ദിവസം കൂടുമ്പോ. എന്റെ അച്ചു ഇതൊക്കെ അസൂയക്കാര് പറഞ്ഞുണ്ടാക്കുന്നതാണെന്നേ. പിന്നെ പ്രതാപേട്ടനെ എല്ലാവരും ശാസിക്കാറുണ്ടെന്നുള്ളത് നേരാ. മുടിയനായ പുത്രനാ അച്ഛൻ വിളിക്കാറ്. പ്രതാപേട്ടന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുള്ളതല്ലേ. പ്രവീണേട്ടനായിട്ട് ഒരു പ്രശ്നത്തിനും പോകണ്ട. എനിക്ക് അത്രേ ഉള്ളൂ. പോവൂല. അതുപോലെ ദിവ്യപ്രഭയിൽ നിന്നും പ്രവീണേട്ടനെ പറ്റി നല്ല അഭിപ്രായം കേൾക്കണം. അച്ഛൻ വീട്ടിൽ വരുമ്പോ അതൊക്കെ ശരിയായിട്ടുണ്ടാവും. ഓക്കെ. വലിയ കൊമ്പത്ത് നിന്നൊരു ബന്ധം വന്നപ്പോ നല്ല വെള്ള ചമയുന്നു. ഇതുകൊണ്ടൊന്നും നീ പുണ്യാളനാവാൻ പോകുന്നില്ല. എടാ പ്രതാപ, അവൻ അങ്ങനെയൊന്നും പറയാനുള്ള മനസ്സെങ്കിലും ഉണ്ടായില്ലേ? ഇപ്പൊ ക്ഷമ ചോദിക്കുന്ന പ്രവീണേട്ടന് എന്നോട് കാണിച്ചതിന് എന്ത് മറുപടിയാ പറയാനുള്ളത്? പ്രതാപേട്ടൻ എന്നോട് സംശയം തോന്നിപ്പിക്കാൻ എന്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തില്ലേ? മനസ്സാവാച അറിയാത്ത കുറ്റത്തിന് പ്രവീണേട്ടൻ കാരണം ഞാൻ എത്ര വട്ടം തല്ലുകൊണ്ടു. ഇപ്പൊ പറഞ്ഞതിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഞാൻ നിരപരാധിയാണെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പ്രവീണേട്ടൻ പറയണം. എന്റെ ഭർത്താവിൽ നിന്നും ഒരു ഭാര്യം കേൾക്കാൻ പാടില്ലാത്തതൊക്കെ പ്രവീണേട്ടൻ കാരണം ഞാൻ കേട്ടു. തല്ല് കിട്ടിയ
കുറെ കഴിയുമ്പോ അതിന്റെ വേദന മാറും. പക്ഷെ അപവാദം കേട്ട അതിന്റെ മുറിവ് മനസ്സൊന്നും ഒരു കാലത്തും പോവില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം മത്സരിച്ച് ജയിക്കണം. അതിന് പ്രവീണേട്ടൻ കരുവാക്കിയത് എന്നെയാ. എന്റെ കണ്ണീരിന് മാത്രം ആരും വില കാണില്ലല്ലോ. ഇതൊക്കെ പറയാൻ ഒരു അവസരം കിട്ടുമെന്ന് ഞാൻ കരുതിയതല്ല. ദയവായിട്ടിപ്പോ അതിന് കഴിഞ്ഞു. നിനക്കിപ്പോ എന്ത് പറയാനുണ്ടടാ? ദിവ്യ, അല്ല, ഏർത്തിയമ്മ പറഞ്ഞതൊക്കെ ശരിയാ. തെറ്റ് മുഴുവൻ എന്റെ ഭാഗത്താണ്. ഇനി മേലിൽ ഏർത്തിയമ്മയെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഞാൻ ഒന്നും ചെയ്യില്ല. ഈ കൈ കാലാണെന്ന് വിചാരിച്ച് പിടിച്ച് ഞാൻ പറയാ, തെറ്റ് പറ്റിപ്പോയി. എല്ലാറ്റിനും ഏർത്തി എന്നോട് ക്ഷമിക്കണം. എനിക്ക് മാപ്പ് തരണം. പ്രതാപേട്ടന് ഇപ്പൊ മനസ്സിലായല്ലോ ഞാൻ ചതിച്ചിട്ടില്ലാന്ന്. ഇവന്റെ അഭിനയം ആര് വിശ്വസിക്കാനടി? കല്യാണം വന്നപ്പം നിനക്ക് ഞങ്ങളെയൊക്കെ വേണം അല്ലടാ? അതല്ലേ നീ കുടുംബത്തിലെ സൽപുത്രനാവാൻ നോക്കുന്നേ. എനിക്ക് കാണേണ്ടതേ നിന്റെ ആ പഴയ മുഖമാ. പ്രതാപേട്ട, പ്രതാപേട്ടന് എത്ര ചൊറിഞ്ഞാലും ഞാൻ ഏറ്റുമുട്ടാൻ വരില്ല. ഇപ്പൊ നമ്മുടെ രണ്ടുപേരുടെ നിലവാരം വേറെ വേറെയാ. നീ ലോയും ഞാൻ ഹൈയും. കാണാടാ, നീ ചേറിലേ കിടക്കൂ. കിടത്തും നിന്നെ ഞാൻ. ഒരു കുഞ്ഞുകൂടി നിങ്ങൾക്ക് പിറക്കാതിരിക്കില്ലല്ലോ. പിന്നെ വിശേഷങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി മാത്രമല്ല വിപിനെ കാണണമെന്ന് പറഞ്ഞത്. ഇത് വിപിന്റെ കയ്യിൽ നേരിട്ട് തരണമെന്നാണ് സിദ്ധു ആഗ്രഹിച്ചത്. ആ നിയോഗം ഇപ്പൊ എനിക്കായി. എന്താ മാഡം? സിദ്ധുവിന്റെ അവിടുത്തെ ജീവിതം കൂടുതൽ തിരക്കുകളിലേക്ക് പോവാണ്. ഫ്ലോറിഡയിൽ ഒരു പുതിയ ഹോസ്പിറ്റൽ തുടങ്ങാനുള്ള സിദ്ധുവിന്റെ ആഗ്രഹം സഫലമാകാൻ പോകുന്നു. അതിനുവേണ്ടിയുള്ള വലിയ പരിശ്രമത്തിലായിരുന്നു ഞങ്ങള്. എന്തായാലും ഈ വരുന്ന ഡിസംബറിൽ ഹോസ്പിറ്റൽ ഓപ്പൺ ആവും. പിന്നെ ഞങ്ങൾ ഈ സമയം വന്നത് മറ്റൊരു കാര്യത്തിനു കൂടി വേണ്ടിയാ. ഈ ഹോസ്പിറ്റലിന്റെ ചുമതല വിശ്വാസമുള്ള ഒരാളെ ഏൽപ്പിക്കാൻ കൂടി. സിദ്ധുവിന്റെ ഒരു കസിനായിരുന്നു മനസ്സിൽ. പക്ഷേ ഇപ്പൊ ഞങ്ങളുടെ മനസ്സിലുള്ളത് മറ്റാരുമല്ല, ഡോക്ടർ വിപിൻ വല്ലഭൻ. മാഡം, എസ്. വിപിനെ ഞങ്ങൾ തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു കടന്നുപോയത്. ഈ പദവി വിപിനെ അല്ലാതെ മറ്റാരെ ഏൽപ്പിക്കാനാ? ഹോസ്പിറ്റലിന്റെ പുതിയ MD ആയി ഡോക്ടർ വിപിൻ വല്ലഭനെ നിയമിച്ചുകൊണ്ടുള്ള അപ്പോയിന്റ്മെന്റ് ഓർഡറാണിത്. ആത്മവിശ്വാസത്തോടെ വാങ്ങാം. താങ്ക് യു മാം. ബെസ്റ്റ് വിഷസ്. പിന്നെ ഇത് വിപിൻ സംഗീതയെ ഏൽപ്പിക്കണം. എനിക്കിത് ചെയ്യണമെന്ന് തോന്നി. സിദ്ധുവിന് എതിർപ്പുണ്ടായിരുന്നു. മാം, ഇത് കുഞ്ഞിനെ കൈമാറിയതിന്റെ സമ്മതപത്രമല്ലേ?